പത്തനംതിട്ട നഗരത്തെ തന്നെ ഞെട്ടിച്ച സംഭവമായിരുന്നു കഴിഞ്ഞ വർഷം മൈലപ്രയിലെ കടയിൽ കയറി ഉടമയായ വയോധികനെ കൊലപ്പെടുത്തിയത്. ജോർജ് ഉണ്ണിയുടെ കൊലയാളികളെ ശ്രമകരമായാണ് അന്ന് പത്തനംതിട്ട ഡിവൈഎസ്പി ആയ നന്ദകുമാറും ടീമും പിടികൂടിയത്. ആ കേസിന്റെ നാൾവഴികളിലേക്കാണ് ഇനി CID24 കടക്കുന്നത്. കാണാം ക്രൈം സീൻ. ഡിസംബർ 30 പത്തനംതിട്ടയിലെ വ്യാപാരി ജോർജ് ഉണ്ണുണ്ണിയെ സ്വന്തം കടയ്ക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കൈയും കാലും കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. പിന്നീട് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ശ്വാസം മുട്ടിയാണ് മരണമെന്ന് സ്ഥിരീകരിച്ചു. ഉണ്ണുണ്ണിയുടെ കഴുത്തിലുണ്ടായിരുന്ന 9 പവൻ മാലയും കടയിൽ സൂക്ഷിച്ചിരുന്ന 70,000 രൂപയും നഷ്ടമായി. ഒപ്പം കടയുടെ CCTV ഹാർഡ് ഡിസ്കും പ്രതികൾ കൊണ്ടുപോയി. ഉണ്ണുണ്ണിയുടെ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു. ഒപ്പം കടയിലെ പണവും. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മോഷണ ശ്രമത്തിനിടെയാണ് കൊലപാതകം നടന്നതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ദൃക്സാക്ഷികളോ CCTV ദൃശ്യങ്ങളോ ഇല്ലാതിരുന്ന കേസിൽ പത്തനംതിട്ട നഗരത്തിലെ സ്വകാര്യ ബസ്സുകളിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് നിർണായകമായത്. ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് ഒരു ഓട്ടോറിക്ഷയുടെ സഞ്ചാരത്തിൽ വലിയ സംശയം തോന്നി. പിന്നീട് ഈ ഓട്ടോറിക്ഷ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലാകുന്നത്. മുഖ്യപ്രതി ഉൾപ്പെടെ 5 പേരെ അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ ദിവസങ്ങൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്തു. മുഖ്യാസൂത്രകൻ ഹരീബിനെ പത്തനംതിട്ടയിൽ നിന്നും മറ്റ് 4 പ്രതികളെ തമിഴ്നാട്ടിൽ നിന്നുമാണ് അന്വേഷണ സംഘം പിടികൂടിയത്. തെളിവുകൾ നശിപ്പിക്കാൻ പ്രതികൾ കടയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ CCTV ഹാർഡ് ഡിസ്കുകൾ അന്വേഷണ സംഘം അച്ചൻകോവിലാറ്റിൽ നിന്നും കണ്ടെത്തി.
ഉണ്ണുണ്ണി കൊലപാതകം നടന്ന ദിവസങ്ങൾക്കുള്ളിലാണ് മുഖ്യപ്രതി ഉൾപ്പെടെ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യുകയും തെളിവുകൾ സഹിതം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തത്. പണത്തിനു വേണ്ടി ക്രൂര കൊലപാതകം നടത്തിയ പ്രതികളെ പിടികൂടിയ പോലീസ് നാട്ടിൽ ഹീറോ ആയി. അന്വേഷണ സംഘത്തിലെ 5 ഉദ്യോഗസ്ഥർക്ക് കുറ്റാന്വേഷണ മികവിനുള്ള സംസ്ഥാന പോലീസ് മേധാവിയുടെ മെഡലുകൾ ലഭിച്ചു. കേരള പോലീസിന്റെ ചരിത്രത്തിലെ പൊൻതൂവലായി ഉണ്ണുണ്ണി കൊലപാതകവും അതിന്റെ അന്വേഷണവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.